ആദ്യം ശ്രീ ആനത്തലവട്ടം, ആദ്യം മുഖ്യമന്ത്രിയാണ് ഈ വിവാദത്തിന് തുടക്കമിട്ടത്. പക്ഷേ അവിടെയൊക്കെ ഒരു കണക്കുകൾ നിരത്തിക്കൊണ്ട് മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത് കോൺഗ്രസിനേക്കാൾ UDF-ലെ പ്രമുഖ കക്ഷിയായിട്ട് മുസ്ലിം ലീഗ് വളരുന്നു, ഇങ്ങനെയൊരു പരിഹാസം അവിടെ ഉന്നയിക്കുന്നു എന്നതായിരുന്നു. പക്ഷേ അതിനേക്കാൾ കൂടുതൽ തലങ്ങളിലേക്ക് ഈ വിവാദം വളർന്നിരിക്കുകയാണല്ലോ. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് എന്ന വിമർശനത്തോടു കൂടി എന്താണ് അജണ്ട എന്ന കാര്യത്തിൽ ഇപ്പോൾ ചർച്ചകൾ തുടരുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ CPM ലക്ഷ്യമിടുന്നത്? CPM ലക്ഷ്യമിടുന്നത് രാജ്യത്ത് മതേതര സംവിധാനം നിലനിൽക്കണമെന്നതാണ്. അതിനെ തകർക്കാൻ പാടില്ല. അതിൽ കോൺഗ്രസ് ഒരു മതേതര നിലപാട് സ്വീകരിക്കുന്ന കക്ഷിയാണ്. പക്ഷേ ആ കക്ഷിയുടെ അകത്ത് നിൽക്കുന്ന മുസ്ലിം ലീഗ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിലെടുത്താൽ കോൺഗ്രസ് എടുക്കുന്ന നയമല്ല കേരളത്തിലെ കോൺഗ്രസ് എടുക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് മതേതര നിലപാട് സ്വീകരിക്കുന്ന ഒരു നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി മതജാതി ശക്തികളുമായി കൂട്ടുകൂടിക്കൊണ്ട് അവരുടെ സ്വാധീനത്തിന് കീഴ്വഴങ്ങി തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി പോലും കോൺഗ്രസിനെ കൊണ്ട് കെട്ടുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അതാണ് നമ്മൾ കണ്ടത്. വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയാണ് വെൽഫെയർ പാർട്ടി. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യമെന്താണെന്ന് നമുക്കറിയാം. ഇന്ത്യയെ തുണ്ടം മുറിച്ച് ആയിരക്കണക്കിന് കഷ്ണമാക്കുന്ന വിധത്തിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയ മുസ്ലിം ലീഗ് മതേതര നിലപാടാണോ സ്വീകരിക്കുന്നത്? അതൊരു മതാധിഷ്ഠിത നിലപാടല്ലേ? അപ്പോൾ മറുവശത്തൊരു മതാധിഷ്ഠിത നിലപാട് സ്വീകരിക്കുന്ന RSSും സംഘപരിവാറും ഉൾക്കൊള്ളുന്ന BJP, ഇപ്പുറത്ത് അതിനെ ശക്തിയായി എതിർക്കേണ്ടുന്ന മതേതര നിലപാട് സ്വീകരിക്കുന്ന ജനാധിപത്യ പാർട്ടികളുടെ കൂടെ നിൽക്കുന്ന മുസ്ലിം ലീഗ്, അതിൽ കോൺഗ്രസ്സാണ് മുഖ്യ കക്ഷിയെന്നവർ അവകാശപ്പെടുമ്പോൾ ദേശീയ തലത്തിൽ അതിൽ വെള്ളം ചേർക്കാൻ ഇവരുടെ കേരളത്തിലെ ഘടകം KPCCയുടെ നേതൃത്വമാണെങ്കിൽ ലീഗ് വെൽഫെയർ പാർട്ടിയുമായി ഉണ്ടാക്കിയ ധാരണയെ എതിർക്കുന്നവരാണ് KPCC പ്രസിഡന്റ്. പക്ഷേ അതിനുള്ള പ്രമാണിമാരായ പല ആൾക്കാരും അതിനെ അനുകൂലിക്കുന്നവരുമുണ്ട്. അങ്ങനെ ഒരു ഡേഞ്ചർ, ഒരു ആപത്ത് കേരളത്തിൽ വളർന്നു വരുന്നത് ചൂണ്ടിക്കാണിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. അത് മുസ്ലിങ്ങൾക്കെതിരായിട്ടല്ല, ലീഗിനെതിരായിട്ടാണ്. ലീഗ് മുസ്ലിങ്ങളുടെ ആകെ സംഘടനയാണ് എന്ന തെറ്റിദ്ധാരണ വെച്ച് ചിലർ വിമർശനം നടത്തുന്നുണ്ട്. അല്ല, ഇവിടെ അങ്ങനെ ഒരു വിമർശനമാണ് ആണെന്ന് തോന്നുന്ന രീതിയിലാണ് CPMന്റെ ഇപ്പോഴത്തെ ഈ പ്രസ്താവനകൾ വരുന്നത്. മുസ്ലിം ലീഗ് മുസ്ലിം സമുദായത്തെ ആകെ പ്രതിനിധീകരിക്കുന്ന സംഘടന എന്ന രീതിയിലായി പോവുകയല്ല. ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽ തന്നെ മുസ്ലിം ലീഗുകാരുണ്ട്, ലീഗ് ഇതര പാർട്ടികളിൽ വിശ്വസിക്കുന്നവരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, ഇടതുപക്ഷക്കാരുണ്ട്, ഒരു ചെറിയ അളവിൽ BJPക്കാർ അവകാശപ്പെടുന്നത് വലിയ അളവിൽ മുസ്ലിം സമുദായക്കാർ അങ്ങോട്ട് വരുന്നുണ്ട് എന്നൊക്കെയാണ്. ഇങ്ങനെ പല കക്ഷികളിലായിട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ വിമർശനം ലീഗിനെതിരെ ഉയരുമ്പോൾ നിങ്ങൾ ആരോടാണ് ഈ ഉപദേശം നൽകുന്നത്, ലീഗിനെതിരായ ഉപദേശം നൽകുന്നത്? മുസ്ലിം സമുദായം മുസ്ലിമിനെതിരായിട്ടുള്ള വിമർശനം ഞങ്ങൾ നടത്തിയിട്ടേയില്ല. താങ്കൾ പറഞ്ഞതുപോലെ മുസ്ലിം ജനവിഭാഗം കോൺഗ്രസ്സിലുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്, മറ്റ് ദേശീയ പാർട്ടികളിലുണ്ട്, മതേതര പാർട്ടികളിലൊക്കെ അവർ പ്രവർത്തിക്കുന്നുണ്ട്, ജനതാദളിൽ അവർ പ്രവർത്തിക്കുന്നവരുണ്ട്. അതേസമയം മുസ്ലിങ്ങൾക്കെതിരാണ് മുഖ്യമന്ത്രിയുടെ വിമർശനമെന്ന് ബോധപൂർവം ഉയർത്തിക്കൊണ്ട് വരുന്നതാണ്. മുസ്ലിങ്ങളെ കൺസോൾട്ടേറ്റ് ചെയ്യാൻ അതിലൊരു കഴമ്പുമില്ല. മുസ്ലിങ്ങൾക്കറിയാം, മുസ്ലിങ്ങൾക്കെതിരല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മതന്യൂനപക്ഷങ്ങൾക്കെതിരല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് അനുഭവത്തിൽ അവർക്ക് ബോധ്യമായിട്ടുള്ളതാണ്. ഇതിങ്ങനെ കുഞ്ഞാലിക്കുട്ടിയും ലീഗുകാരും ഉയർത്തിക്കൊണ്ട് വരുന്നത് മുസ്ലിങ്ങളെയൊക്കെ ഈ മതവർഗീയ സംഘടനയാക്കി, ലീഗ് ഒരു മതവർഗീയ സംഘടനയായി മാറാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനെ നിഷേധിക്കുന്ന മതേതര സ്വഭാവമുള്ള ദേശീയ മുസ്ലിങ്ങളെ അടക്കം തങ്ങളുടെ വിട്ടാലിനകത്ത് കൊണ്ടുവരാനുള്ള ഒരു പാഴ് ശ്രമമാണ് ലീഗ് നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമസ്തയുടെ വിമർശനം താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ലീഗിനെ അനുകൂലിക്കുന്നവരാണല്ലോ സമസ്തയുടെ വിമർശനം ഇങ്ങനെയാണ് പോകുന്നത്. മുസ്ലിം ലീഗിനെ, ഞാൻ നേരത്തെ പറഞ്ഞ അതിൻ്റെ അനുബന്ധമായി തന്നെയാണ്, മുസ്ലിം ലീഗിനെ മുൻനിർത്തി സമുദായത്തെ മൊത്തത്തിൽ വിമർശിക്കുമ്പോൾ ലീഗുകാരല്ലാത്ത മുസ്ലിങ്ങളുടെയും കൂടി നെഞ്ചിൽ അത് പതിക്കുന്നുണ്ടെന്ന് CPM ഓർക്കണം. ഇതാണ് സമസ്തയുടെ വിമർശനം. സമസ്തയുടെ വിമർശനം കഴമ്പില്ലാതെ അർത്ഥമില്ലാത്തതാണ്. പറയാത്തത് പറഞ്ഞു എന്നുള്ള വിമർശിക്കാണ്. മുസ്ലിങ്ങൾക്കെതിരെ അല്ല ഇടതുപക്ഷ മുന്നണിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ CPM ഒന്നും. അത് വളരെ ക്ലിയർ അല്ലേ? അത് മുസ്ലിങ്ങൾക്കറിയാമല്ലോ. ലീഗിൻ്റെ ഈ നിലപാടിനാണ് എതിര്. അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതങ്ങനെ പറയാൻ ഇപ്പോൾ ഇടയായത് ഈ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി പരസ്യമുണ്ടാക്കിയ സഖ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് പറയുന്നത് യാഥാർത്ഥ്യമല്ലേ?
യാഥാർത്ഥ്യത്തെ മൂടി വയ്ക്കാൻ ആർക്കാ സാധിക്കുക? ശരി, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ.